ഇപ്പോൾ കാസർഗോഡ് തളങ്കര മാലിക് ദിനാർ KS അബ്ദുള്ള ഹാജി ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ പോകുന്നത്. ഇവിടെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മളറിയാം, ഇവിടെ സാധാരണ നമ്മൾക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റൽ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ. അപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും പ്രഗത്ഭനായ കാസർഗോഡ് നിന്ന് അറിയപ്പെട്ട ഡോക്ടറായ ഡോക്ടർ റാഷിദ് തങ്ങളടുക്കെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ശരിക്ക് വേറെ തന്നെ ഒരു വൈബാണ്. ആ ആയുർവേദത്തിൻ്റെ എല്ലാ ചിട്ടാവട്ടങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പേഷ്യൻ്റ് ഉണ്ട്, ഫുട്ബോളിന് ഇഞ്ചുറീസ് ആയിട്ട് വന്ന പേഷ്യൻ്റാണ് സഫാൻ. അപ്പോൾ ഇവരുടെ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഇതിപ്പോൾ ശരിക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മടക്കാൻ പറ്റുന്നില്ല, ബെൻഡാക്കാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് മടക്കാൻ പറ്റുന്നില്ല. നിസ്കരിക്കുന്നൊക്കെ ഇരുന്നിട്ട് അല്ലേ? ഏകദേശം 3 മാസം, സെപ്റ്റംബർ തൊട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് സ്റ്റെപ്പ് കയറി ഇറങ്ങാനും നടക്കുന്നതിനും ഇതിനൊക്കെ കുഴപ്പമില്ല അല്ലേ? അപ്പോൾ ഇത് ഇവർക്ക് ചെറിയ ഈ ജോയിന്റിൽ, മുട്ടിൻ്റെ ജോയിന്റിന് ഒരു സ്പ്രെയിന് സംഭവിച്ചതാണ്. അപ്പോൾ ഇത് ലിഗമെന്റിന്റെ പ്രശ്നം ആകാം. പക്ഷെ അത് ഇപ്പോൾ ഇവർ MRI എടുത്ത് നോക്കിയിട്ടില്ല, പക്ഷേ എക്സ്റേ എടുത്ത് നോക്കിയതാണ്. അപ്പോൾ അതിൽ ജോയിന്റിനോ അല്ലെങ്കിൽ ബോൺസിന് എല്ലിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് ലിഗമെന്റിന് ചെറിയ എന്തായിട്ടുണ്ടാവും, ചതവ് വീണതിൽ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത ഒരു ടർഫിലും പിന്നെ എന്താണ് ജിമ്മിനും പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ വന്ന് ഒരു ആഘാതം സംഭവിച്ചതാണ്. അപ്പോൾ നമുക്കിത് എന്തായാലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കാം. നമ്മളെ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഈ ഒരു മുട്ടുവേദന, അതുപോലെ തന്നെ ഇതുപോലെ നടുവേദന, ഷോൾഡർ പെയിൻ പോലത്തെ കംപ്ലയിൻസിനൊക്കെ. അപ്പോൾ നമ്മളിതൊന്ന് ഈ കേസ് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. നമുക്ക് ട്രീറ്റ്മെൻറ്റിന് ശേഷം ആൾക്ക് എത്രത്തോളം മുട്ട് ബെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ കാല് നേരെ സ്ട്രെയിറ്റ് വെച്ചാൽ എത്ര പറ്റുള്ളൂ? ഇത് അടിയിൽ തട്ടില്ല, ഇതിവിടെ തട്ടുന്നില്ല അല്ലേ? ഇത്ര ഗ്യാപ്പ് ഉണ്ട്, ഏകദേശം മൂന്ന് വിരലിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. 3 വിരലിൻ്റെ ഗ്യാപ്പ് താഴേക്കുണ്ട്. ഇതിങ്ങനെ അമർത്തുമ്പോൾ വേദന വരുന്നുണ്ട് അല്ലേ? ഒരാളുടെ പൊസിഷൻ തന്നെ അങ്ങനെ ആയിട്ടുണ്ട്. കറക്റ്റ് 3 വിരലിൻ്റെ ഗ്യാപ്പ് താഴേക്കുണ്ട്. കണ്ടോ? 3 വിരലിൻ്റെ ഡിസ്റ്റൻസ് ഇത് നമുക്ക് കുറക്കണം. അതുപോലെ മുട്ട് കണ്ടോ? രണ്ട് കാലിൻ്റെ ഡിഫറൻസ് കണ്ട, കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. അപ്പോൾ നമ്മൾ ഇതിന് കാര്യമായിട്ടുള്ള അത്ര രീതിയിലുള്ള സ്പ്രെയിന് ലിഗമെൻറ്റിന് വന്നിട്ടില്ല. പക്ഷെ എന്നാലും ആഘാതം ഉണ്ട്. ആൾക്ക് അതിൻ്റെ ഒരു സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ കാല് ഇതാ ഈ നോർമൽ പൊസിഷനിൽ വെച്ചിട്ട് ഇപ്പോൾ താഴെയുള്ള സ്പേസ് കണ്ടതാണ്. അപ്പോൾ സ്പേസ് നമുക്ക് കറക്റ്റ് ഇത്രേ ഉള്ളൂ. നേരത്തെ ഈ 3 വിരൽ ഇങ്ങനെ വെക്കുന്ന ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു മുട്ട് വെക്കുമ്പോൾ. ഇപ്പോൾ ആൾക്കിത് അമർന്നു, മുട്ട് താഴേക്ക് അമർന്നു. ഇതുപോലെ നമ്മ കൈ കൊണ്ടൊന്നും ആക്കുന്നില്ല, മൂപ്പരെ കാലിനെ വെക്കട്ടെ. എന്താ ഡിഫറൻസ് കണ്ട?
അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ കാലിൻ്റെ ആ പാദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. കാലിന് വളരെ നല്ല രീതിയിൽ ബെൻഡ് ഉണ്ടായിരുന്നു. അതെല്ലാം പെട്ടെന്ന് തന്നെ ശരിയാക്കിയിട്ടുണ്ട്. നമ്മളെ ശരിക്കും സ്പോർട്സ് പരമായിട്ട് വരുന്ന ജിമ്മെന്നോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തീർത്തും നല്ലൊരു ചികിത്സാ രീതി തന്നെയാണ് നമ്മൾ ലൈവായിട്ട് കണ്ട്. എനിക്ക് അവിടെ ഞാൻ വേറെ വീഡിയോ എടുക്കാൻ വന്നതായിരുന്നു, പക്ഷേ ഇത് കിട്ടിയത് എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ബോണസായി. അപ്പോൾ അത്രയേറെ നല്ലൊരു ട്രീറ്റ്മെൻറ്റായിട്ട് എനിക്ക് തോന്നി. വളരെ നല്ല ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് അദ്ദേഹം ഇനി അത് കുറച്ച് ദിവസം ബാൻഡേഡ് ഇട്ട് അദ്ദേഹം വരുമ്പോൾ കുറച്ച് മുടന്തിയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾക്കിപ്പം കാണാം നല്ല ഉഷാറോടെ ഡോക്ടറെ കൂടെ നടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം വരുമ്പോൾ വളരെ മുടന്തിയിട്ടാണ് വന്നത്. ഇത് തന്നെയാണ് ഈ ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും വലിയ വിജയവും.